എത്ര കുറഞ്ഞ സ്ഥലത്തും താല്പര്യവും മനസ്സുമുണ്ടെങ്കിൽ ജൈവകൃഷി വിജയകരമായി ചെയ്യാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴയിൽ താമസിക്കുന്ന റംലത്ത്. തൻ്റെ ടെറസിൻ മുകളിലെ കൃഷിയിടത്തിൽ കഴിയാവുന്ന പച്ചക്കറികളെല്ലാം കൃഷി ചെയ്ത് സമൂഹത്തിലെ പല മേഖലകളിൽ നിന്നും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് ഈ വീട്ടമ്മ. വീടിന് മുകളിൽ വളരെ അടുക്കും ചിട്ടയോടെയുമാണ് റംലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. 18 മണി പയറും സ്ട്രോബെറി തൈകളും ആയുർവേദത്തിലെ പ്രധാനികളായ കഞ്ഞിക്കൂർക്കയും വെള്ള ശംഖുപുഷ്പവും അരുതയുമെല്ലാം റംലത്തിൻ്റെ ജൈവ കൃഷിയിടത്തെ വ്യത്യസ്തമാക്കുന്നു. കൃഷികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്നത് ജൈവവളം മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ ഒന്നിടവിട്ട ആഴ്ചകളിലൊക്കെ ആയിട്ട് ഇതിന് മരുന്ന് അടിക്കുന്നുണ്ട്. അത് നമ്മൾ ജൈവമായിട്ട് തന്നെയുള്ള മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്. അത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അതുപോലെ പിന്നെ കാന്താരിമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അരച്ച് പിന്നെ നമ്മൾ മിക്സാക്കി അത് സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വളങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാലിവളം ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിഷ് അമിന യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കീടങ്ങൾക്ക് ഞാൻ കാര്യമായിട്ടും ചെയ്യുന്നത് പുളിയുറുമ്പിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. പുളിയുറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ കീടങ്ങളെയും അവരകറ്റിക്കോളും. അതുപോലെ പിന്നെ സാധാരണ കണ്ടുവരുന്ന ഒരു കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളീച്ച, അതുപോലെ മുഞ്ഞ, ചെറിയ ഐറ്റം പ്രാണികൾ ഒക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇപ്പം ഈ മരുന്നാണ് യൂസ് ചെയ്യുന്നത്. അധികം പിന്നെ പാർശ്വഫലങ്ങളായിട്ടൊന്നും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. നാടൻ തക്കാളിയും പാലക്കാടൻ തക്കാളിയും ഗ്രോ ബാഗുകളിൽ വിളഞ്ഞു നിൽക്കുന്നു. തെളിമയോടെ നിൽക്കുന്ന മധുര ചീര റംലത്തിൻ്റെ കൃഷിയിടത്തെ വ്യത്യസ്തമാക്കി മാറ്റുന്നു. സ്ഥലപരിമിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അസോളയും കൃഷി ചെയ്തിട്ടുണ്ട്. ഗ്രോ ബാഗുകളിൽ ആണെങ്കിലും മോശമല്ലാത്ത വിളവ് തന്ന് വെള്ളരിയുമുണ്ട്. കൂടെ ഉണ്ടമുളകും സിറമുളകും കാശ്മീരി മുളകും കൃഷിയിടത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. റംലത്തിൻ്റെ കൃഷിയിടത്തിലെ മറ്റൊരംഗമാണ് വയൽച്ചീര. വയൽച്ചീര കൊണ്ടുള്ള തോരൻ പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമാണെന്ന് റംലത്ത് അടിവരയിട്ട് പറയുന്നു. ഒപ്പം തലയെടുപ്പോടെ മയിൽപ്പീരി ചീരയുമുണ്ട്. ഊർജ്ജസ്വലതയോടെ വിളഞ്ഞു നിൽക്കുന്ന പുതിന, കൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉരുളക്കിഴങ്ങും റംലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. ചുവപ്പ് വെണ്ടയും ആനക്കൊമ്പൻ വെണ്ടയും വളർച്ചയുടെ ആദ്യഘട്ടത്തിലാണ്. പുതിയ അതിഥിയായ ചീരച്ചേമ്പ് മനോഹരിയായി നിൽക്കുന്നു. ഗ്രോ ബാഗുകളിൽ വഴുതിന തൈകൾ വളർന്നു വരുന്നു. കൂട്ടത്തിൽ തൻ്റെ സാന്നിധ്യം വിളിച്ചോതി റെഡ് ലേഡിയും. കട്ടൻ പയറിൻ്റെ വള്ളികൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം നിത്യവഴുതനയും അമരയും വൈജയന്തി പയറും പാവലുമെല്ലാം കൃഷി എന്നാൽ റംലത്തിന് ജീവിതം തന്നെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. കനത്ത ചൂടിലും ചുരയ്ക്ക വിളഞ്ഞു നിൽക്കുന്നു. പീച്ചിലിൽ ചെറിയ കായ്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പൊട്ടുവെള്ളരി കൃഷിയിടത്തിലെ മനോഹര കാഴ്ചയാണ്. കുറ്റി ബീൻസാണ് ഇവിടത്തെ മറ്റൊരു താരം. നമുക്ക് ഏത് ആളുകൾക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഒന്ന് ചെറിയൊരു താല്പര്യമുള്ളവർക്ക് ഏറ്റവും കൂടുതലായിട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ കൃഷി എന്ന് പറയുന്നത്. അതിപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്ത ആളുകളും മണ്ണില്ലാത്ത ആളുകളും വരെ ചെയ്തു വരുന്നതാണ്. അവരോടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തോടെയുള്ള ഒരു നല്ലൊരു ജീവിതം നമുക്ക് പടുത്തുയർത്താം. അതുപോലെ തന്നെ വരും തലമുറയ്ക്കും നല്ലൊരു ഇതായിട്ട് നമുക്കിത് കാണിച്ചു കൊടുക്കാം. നമ്മുടെ മക്കളായാലും അതുപോലെ ഇനി വരും തലമുറയായാലും അവർക്കിത് നന്നായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്കും അത് പ്രചോദനമാവുള്ളൂ. തികച്ചും വ്യത്യസ്തമായ ഒരു കൃഷിത്തോട്ടത്തിൻ്റെ ഉടമയാണ് റംലത്ത്. തൻ്റെ വീടിന് മുകളിലെ ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും വിളകൾ കൃഷി ചെയ്യാമെന്നും ഒരേ ഗ്രോ ബാഗിൽ വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യാമെന്നും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ടുതന്നെയാണ് റംലത്ത് എന്ന സാധാരണക്കാരി ഇന്നത്തെ സ്ത്രീ സമൂഹത്തിൽ വേറിട്ട നക്ഷത്രമായി മാറുന്നതും.